CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടമ്പഴിപ്പുറം പുഞ്ചപ്പാടത്ത് വഴിമുടക്കി വീടിന്റെ ഗേറ്റിന് മുന്നിൽ ജല അതോറിറ്റി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയത്. കുടിവെള്ളം മുടങ്ങുമെന്നാണ് സമീപ കുടുംബങ്ങളുടെ പരാതി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട അമ്മിണിക്കാട് പാറൽ വട്ടപ്പറമ്പ് പാറക്കണ്ണി റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MLA നജീബ് കാന്തപുരം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മണ്ണാർക്കാട് തിരുവിടാംകുന്ന് അമ്പലപ്പാറയിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ കാട്ടാന കഴിയുന്നത്. നിലവിൽ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കാട്ടാനയെ കയറ്റിയിട്ടുണ്ട്. MDMA കച്ചവടക്കാരനും കൂട്ടാളിയും മണ്ണാർക്കാട് പോലീസ് പിടിയിൽ. കാറിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ 4 ഗ്രാം MDMA പിടികൂടി. കടമ്പഴിപ്പുറം പുഞ്ചപ്പാടത്ത് വഴിമുടക്കി വീടിന്റെ ഗേറ്റിന് മുന്നിൽ ജല അതോറിറ്റി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയത്. കുടിവെള്ളം മുടങ്ങുമെന്നാണ് സമീപ കുടുംബങ്ങളുടെ പരാതി. കഴിഞ്ഞ പ്രാവശ്യം SHO ഉൾപ്പെടെ നമ്മുടെ വാട്ടർ അതോറിറ്റി AEയും കൂടെ 2-3 എതിർകക്ഷികളായിക്കൊണ്ടുള്ള ഒരു പുതിയ ഉത്തരവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ആരെയും ബലം പ്രയോഗിച്ചിട്ടോ നിങ്ങളെ ആരെയും തള്ളി നീക്കട്ടോ ഞങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കത്തില്ല. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കാനാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക് ആവശ്യം. വീടിന് മുന്നിലുള്ള കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ വീട്ടുടമ നൽകിയ പരാതിയിൽ പ്രശ്നപരിഹാരത്തിനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലാണ് തർക്കമുണ്ടായത്. പുഞ്ചപ്പാടം ഷാരത്തുകുന്ന് കോളനിയിലെ ശ്രീജയുടെ പരാതിയിലാണ് ഓംബുഡ്സ്മാൻ ഉദ്യോഗസ്ഥർക്ക് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നൽകിയത്. തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും പോലീസ് സഹായത്തിൽ സ്ഥലത്തെത്തിയത്. ഈ ഷാരത്തുകുന്ന് പ്രദേശത്ത് കാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. റോഡിന് സൈഡിലായിട്ട് ഒരു വീടിൻ്റെ ശ്രീജ എന്ന് പറയുന്ന ഒരു വനിതയുടെ വീടിന് ആയിട്ട് ചേർന്ന് ഒരു പൈപ്പ് ലൈൻ നിലനിൽക്കുന്നതായിട്ടും അവരുടെ വീട്ടിലേക്കുള്ള വഴി അടച്ചുകൊണ്ട് ഷാരത്തുകുന്ന് കോളനി നിവാസികൾ വഴി അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നേരത്തെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറേ കാലം മുമ്പ് ആ പൈപ്പ് ലൈൻ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ മാറ്റാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഇവിടെ വലിയൊരു മാസികമായിട്ട് അതിനെ തടയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ആ പ്രവർത്തനം നടക്കാതെ പോയി. അതിനുശേഷം ഈ ശ്രീജ പഞ്ചായത്തിലേക്കും അതോടൊപ്പം തന്നെ ഓംബുഡ്സ്മാനിലേക്കും കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ SHO രണ്ടാം കക്ഷിയും അതോടൊപ്പം നമ്മുടെ വാട്ടർ അതോറിറ്റി AE മൂന്നാം കക്ഷിയായിക്കൊണ്ട് പുതിയൊരു വിധി വരികയും അടിയന്തരമായി ഈ പൈപ്പ് ലൈനിലൂടെ മാറ്റിക്കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് SHO ഉൾപ്പെടെയുള്ള ടീം ഞങ്ങൾ ഇന്നിവിടെ നിയമ നടപടി നടപ്പിലാക്കാൻ വേണ്ടി വന്നത്. എന്നാൽ സമീപ വീട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ കുടുംബത്തിൽ ചവിട്ടിയിട്ട് പിന്നെ ഇതാവണ്ട, അത്ര പറയാവുള്ളൂ. ഇത് തൊഴിൽ ആരത് തുടങ്ങും, ഇതിവിടെ തൊടില്ല. ഈ കുടുംബക്കാരുള്ളവർ തൊടില്ല അവിടെ. അത് നോക്കല്ല അവര്. ഈ പോലീസുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സാർ ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ല, ഈ പോലീസ് സ്റ്റേഷൻ ഇവര് പറഞ്ഞിട്ടാണ് ഇവർക്ക് ഈ വഴി ഇപ്പൊ എങ്ങനെ ആവശ്യം വന്നവിടെ ഈ ഇവര് അവർ വേണ്ടാന്ന് പറഞ്ഞാൽ ഇവരെ നാവ് കൊണ്ട് പറഞ്ഞതാണ് ഇവര് ഈ വഴി വേണ്ടാന്ന്. ഇതോടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം ഇവർ ഉപേക്ഷിക്കുകയായിരുന്നു. ഷാരത്തുകുന്ന് കോളനിയിലെ കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റുന്നതിൽ ആ കോളനി നിവാസികൾക്ക് ശക്തമായ എതിർപ്പ് ഉണ്ട്. പോലീസ് ഒരു ബലപ്രയോഗം നടത്തിയാൽ അത് ശരിയായ രീതിയിൽ അല്ല കൂടുതൽ. അപ്പോൾ തൽക്കാലം ഈ പ്രവൃത്തി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പൊതുവായ എതിർപ്പ് പ്രമാണിച്ച് അല്ലെങ്കിൽ ആ എതിർപ്പ് കാരണം നമ്മൾ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇതേ റിപ്പോർട്ട് ഈ ചാനലെടുക്കുന്ന റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കോടതിക്ക് കൈമാറുന്നതാണ്. അതിനിടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളും കേസുകളുള്ളത് പോലീസും കോടതിയും നോക്കുന്നതാണ്.
വീടുകളിൽ ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം വരുന്നതെന്നും അത് കാരണം പ്രദേശവാസികൾ ആശ്രയിക്കുന്ന പൈപ്പ് മാറ്റി സ്ഥാപിക്കരുതെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പൈപ്പ് മാറ്റി സ്ഥാപിച്ചാൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമെന്നും നാട്ടുകാർ പറയുന്നു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ കാട്ടാന കഴിയുന്നത്. നിലവിൽ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കാട്ടാനയെ കയറ്റിയിട്ടുണ്ട്. ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിരീക്ഷിച്ചു വരികയാണ്. കാട്ടാന വരുന്ന പ്രദേശത്താണ് അവശനിലയിൽ കാട്ടാനയെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയതാകാം പരിക്കിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ വനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ആന കയറി വരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ ആനയുടെ നില ഗുരുതരമല്ലെന്ന് മണ്ണാർക്കാട് RFO സുബൈർ പറഞ്ഞു. അമ്പലപ്പാറയില് ഒരു കാലിന് പരിക്ക് പറ്റിയ ഒരു ആന സൈലന്റ് വാലി വനത്തിനകത്തുണ്ട്. അത് അമ്പലപ്പാറ സ്വകാര്യ സ്ഥലത്ത് റബ്ബർ എസ്റ്റേറ്റിലോ ഒന്നുമല്ല, സൈലന്റ് വാലി വനത്തിനകത്താണ്. അത് ഒരു തരത്തിലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യമില്ല. ആനക്ക് പരിക്കുണ്ട്, ആനക്ക് കാലിനൊരു പരിക്കുണ്ട്. ആ പരിക്ക് ചികിത്സിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട DFO സാറും ഞങ്ങളും എല്ലാവരും കൂടി ഇന്നലെ രാത്രിക്ക് ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. ആന വനത്തിന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അത് ആന കാട്ടിന് വെളിയിൽ പുറത്തു വരില്ല. അപ്പോൾ അത്തരം ആശങ്കകൾക്ക് അത്തരം ആശങ്കകൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആന കാട്ടിനകത്താണ്, സൈലന്റ് ഫോറസ്റ്റിനകത്താണ്. CCN മണ്ണാർക്കാട്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട അമ്മിനിക്കാട്, പാറൽ, വട്ടപ്പറമ്പ്, പാറക്കണ്ണി റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MLA നജീബ് കാന്തപുരം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അമ്മിനിക്കാട് ഒടമല പാറൽ റോഡ് BM&BC ചെയ്താണ് നവീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വളാങ്കുളം ജംഗ്ഷനിൽ തുടങ്ങി പാലക്കാട് പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ അവസാനിക്കുന്നതാണ് റോഡ്. 3 കോടി രൂപ ചെലവിട്ടാണ് നവീകരിച്ചത്. വട്ടപ്പറമ്പ് പാറക്കണ്ണി റോഡും 3 കോടി രൂപ ചെലവഴിച്ചാണ് BM&BC ചെയ്ത് നവീകരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വട്ടപ്പറമ്പിൽ നിന്നും ആരംഭിച്ച് തെക്കേപ്പുറം ജംഗ്ഷനിൽ അവസാനിക്കുന്ന പാതയ്ക്ക് 6 കിലോമീറ്റർ നീളമുണ്ട്. 2 റോഡുകളുടെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കൂടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. 23-ാം തീയതി വൈകുന്നേരം ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള മഹാറാലി പുത്തരിക്കണ്ണ മൈതാനിയിൽ സമാപിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതും സൂചിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികളുടെ പങ്കാളിത്തം മനസ്സിലാക്കിയാൽ ആര്യമ്പറമ്പിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിന്റെ അക്ഷീണ പരിശ്രമത്തിലും ആധുനിക നിലവാരം പുലർത്തുന്നതിനായി നവീകരിച്ച 60-ലധികം റോഡുകൾ ഇന്ന് നാം കേരളത്തിലുടനീളം സമർപ്പിക്കപ്പെടുകയാണ്. 12 സ്മാർട്ട് റോഡുകൾ പൂർത്തിയാക്കി ആധുനികവും ഉൾക്കൊള്ളുന്നതുമായ ഒരു കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ, അത് ശ്രീ പിണറായി വിജയൻ നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയേ ഉള്ളൂ, അത് എല്ലാവരുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. പെരിന്തൽമണ്ണക്ക് ഒരു MLA ഉള്ളൂ, അത് ഞാനുമാണ്. അപ്പം അത് സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരാവട്ടെ, വാർഡ് മെമ്പർമാരാകട്ടെ, ഏത് ജനപ്രതിനിധിയാണെങ്കിലും ആ ജനങ്ങളുടെ മൊത്തം പ്രതിനിധി തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു വിവേചനത്തിൻ്റെയും ആവശ്യമോ ആഗ്രഹമോ ഒന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല, അത് ഉണ്ടാകാറുമില്ല. അത് പെരിന്തൽമണ്ണയിലെ ഒരു ജനപ്രതിനിധിക്കും അത് ഉണ്ടായിട്ടില്ല എന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് പറയാൻ കഴിയും. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ, ഞാനിവിടെ MLA ആയി വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു പഞ്ചായത്തായിരുന്നു ആലിപ്പറമ്പ് പഞ്ചായത്ത്. ഗ്രാമീണ റോഡുകൾ പോലും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായി. ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP അബ്ദുൾ സത്താർ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CH അബ്ദുൾ ഗഫൂർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അയമു, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.
MDMA കച്ചവടക്കാരനും കൂട്ടാളിയും മണ്ണാർക്കാട് പോലീസ് പിടിയിൽ. കാറിലിരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ 4 ഗ്രാം MDMA പിടികൂടി. പൊമ്പ്ര സ്വദേശി 30-കാരൻ തോട്ടപ്പായിൽ ജിതേഷ് എന്ന കുട്ടനെയും കൂട്ടാളിയായ ഇലുമ്പുലാശ്ശേരി സ്വദേശി 26-കാരൻ കൈപ്പങ്ങാടി വീട്ടിൽ സിറാജുദ്ദീനെയും ഇവർ സഞ്ചരിച്ച മാരുതി കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണാർക്കാട് പൊമ്പ്രയിൽ നിന്നും 4 ഗ്രാം MDMA പിടികൂടിയത്. കാറിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ ജിതേഷ് എന്ന കുട്ടന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നുമാണ് MDMA കണ്ടെത്തിയത്. MDMA വിൽപ്പന നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും സിപ്ലോക്ക് കവറുകളും കാറിൽ നിന്ന് കണ്ടെടുത്തു. ശ്രീകൃഷ്ണപുരം, ഇലുമ്പുലാശ്ശേരി, പൊമ്പ്ര, കൂട്ടിലക്കടവ് പ്രദേശങ്ങളിൽ MDMA കച്ചവടം നടത്തിവരുന്നയാളാണ് ജിതേഷ് എന്ന് പോലീസ് പറഞ്ഞു. ഇവരെ സഹായിക്കുന്നവരെ ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പരിശോധന തുടരുന്നതായും SI പറഞ്ഞു. മണ്ണാർക്കാട് SI ശ്രീജിത്ത്, പ്രൊബേഷൻ SI സുഹൈൽ, SCPOമാരായ മുബാറക്, ഗിരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ശേഷം പൊമ്പ്രയിലെത്തി MDMA പിടികൂടിയത്. CCN മണ്ണാർക്കാട്. പെഹൽഗാം ഭീകരരിൽ ഒരാളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പരാജയമാണെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ. CPI മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റ് ആ ഭീകരാക്രമണങ്ങൾ അടിച്ചമർത്തോ ഇപ്പോഴും നമ്മൾ വിയോജിപ്പോടെയാണ്. ആ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ നിന്ന് 5 പേരിൽ നിന്ന് അവർ തന്നെ കണ്ടെത്തിയ, അല്ലെങ്കിൽ സൈന്യം തന്നെ കണ്ടെത്തിയ, ഗവൺമെന്റ് തന്നെ കണ്ടെത്തിയ 5-ൽ ഒരാളെ പോലും ഇപ്പോൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലല്ലോ. ഈ ലോകത്തെ വലിയ ശക്തിയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? എന്തായാലും നരേന്ദ്രമോദിയും BJPയും ഇതിന് മുമ്പ് അവർ പ്രതിപക്ഷത്തിരുന്നുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് അതിന് പ്രസംഗിച്ചു നടത്തുന്നത്? അത് അതിർത്തി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തായിരുന്നു BJPയുടെ നിലപാട്? ഈ രാജ്യത്തെ ഗവൺമെന്റ് പരാജയമായല്ലേ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് ഈ സംഭവങ്ങൾ വിലയിരുത്തിയിരുന്നത്? ഇപ്പൊ എന്താണ് ഗവൺമെന്റ് പരാജയമല്ലേ? ഗവൺമെന്റ് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടും കാശ്മീരിലെ ഗവൺമെന്റ് പോലും ഒരു എതിർപ്പുമില്ലാതെ, ഒരു വിയോജിപ്പുമില്ലാതെ അവരെ പല സന്ദർഭത്തിലും അവഗണിക്കുമ്പോൾ പോലും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് പൂർണ്ണമായ പിന്തുണയാണ്. എന്നാൽ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്ന് മൂന്നാമത് രാജ്യം പറയുന്ന, നമ്മുടെ രാജ്യം ഒരിക്കലും അംഗീകരിക്കാത്ത, നമ്മുടെ വിദേശ രാജ്യത്തിൽ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാത്ത നമ്മുടെ രാജ്യത്തിന്റെ സ്വാശ്രയത്വത്തെയും പരമാധികാരത്തെയും മറ്റു രാജ്യങ്ങളിൽ ചോദ്യം ചെയ്യുന്ന സാഹിത്യത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹിത്യം മാറി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മൈലാമ്പാടത്ത് വെച്ചാണ് CPI മണ്ഡലം സമ്മേളനം നടന്നത്. CPI മുതിർന്ന നേതാവ് CP മായിൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI ദേശീയ കൗൺസിൽ അംഗം പന്യൻ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ അദ്ദേഹത്തെ കണ്ടത് അയാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ്. അപ്പോഴെന്നോട് പറഞ്ഞു, എനിക്ക് സാറിന് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞപ്പം സാറ് പാർലമെന്റിലുള്ളപ്പോൾ ഞാൻ രാജ്യസഭയിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ആൾക്ക് എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണോ? അവര് പത്രത്തിൽ കാണുമല്ലേ? ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടിയാണ്, ആണല്ലോ. ആ പാർട്ടിയാണോ ഈ പാർട്ടികൾ? അല്ല. ഇപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇന്ന് പ്രഖ്യാപിച്ച്, അതിന് നേതാക്കന്മാരെല്ലാവരും പ്രഖ്യാപിച്ച് 2 സ്ത്രീ സംവരണവും കൊടുത്ത്. ഏത് കമ്മിറ്റിയാണ് തീരുമാനിച്ചത്? കേന്ദ്ര കമ്മിറ്റി. താഴെയുള്ളവർക്ക് വല്ലതും അറിയോ? ഇല്ല. എന്താ അറിയാത്തത്? അറിയേണ്ട കാര്യമില്ല. കാരണം എന്താ? അവരെ തീരുമാനിക്കും, കേട്ടുകൊള്ളണം. അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1925 കോൺപൂരിൽ വെച്ച് പാർട്ടി രൂപീകരിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, നേതാക്കളായ C രാധാകൃഷ്ണൻ, AK അബ്ദുൽ അസീസ്, അബുറജ, രവി എടേരം, ചന്ദ്രശേഖരൻ, ഗായത്രി തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ലോക റെക്കോർഡ് സ്ഥാപിക്കുവാനൊരുങ്ങി പുലാമന്തൂൾ പാലൂർ സ്വദേശി സുരേഷ് തെക്കീട്ടിൽ. 801 ദിവസങ്ങളിൽ 801 കഥകൾ എഴുതിയും അവതരിപ്പിച്ചും ഇതിലെ 2000-ഓളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയും പ്രദർശിപ്പിച്ചുമാണ് സുരേഷ് ലോക റെക്കോർഡിന് ഒരുങ്ങുന്നത്.
2023 ഫെബ്രുവരി 13 മുതൽ 2025 ഏപ്രിൽ 23 വരെയുള്ള 801 ദിവസങ്ങളിൽ എഴുതിയ കഥകളുടെ അവതരണവും അതിലെ 2000-ഓളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയും പ്രദർശിപ്പിച്ചുമാണ് സുരേഷ് തെക്കീട്ടിൽ ലോക റെക്കോർഡിനൊരുങ്ങുന്നത്. മെയ് 18 ഞായറാഴ്ച പുലാമന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടക്കുക. പുലാമന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ 1984 SSLC ബാച്ചാണ് ഇതിനുള്ള പിന്തുണ നൽകുന്നത്. കഥാപ്രദർശനം, സാഹിത്യ സമ്മേളനം, സുഹൃത്ത് സമ്മേളനം, കഥയരങ്ങ്, കവിയരങ്ങ്, സാംസ്കാരിക സമ്മേളനം, കാവ്യസന്ധ്യ, കലാപരിപാടികൾ തുടങ്ങി വിപുലമായ പരിപാടികളാണ് നടക്കുകയെന്ന് സുരേഷ് തെക്കീട്ടിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ, കവി മണമ്പൂർ രാജൻ ബാബു എന്നിവർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുരേഷ് തെക്കീട്ടിലിന്റെ പുതിയ 3 കൃതികൾ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ രാമകൃഷ്ണൻ കുമരനല്ലൂർ സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം നിർവഹിക്കും. KPS പയ്യനടം, CV സദാശിവൻ എന്നിവർ വിവിധ സെഷനുകളിൽ മുഖ്യപ്രഭാഷകരായി എത്തും. PC അരവിന്ദൻ, കൃഷ്ണദാസ്, ബാലകൃഷ്ണൻ കോടനാട് എന്നിവർ വിവിധ സെഷനുകളിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 40 എഴുത്തുകാർ അണിനിരക്കുന്ന സൗഹൃദ സദസ്സും നടക്കും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഗിന്നസ് സത്താർ ആദൂരിന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് വിധി നിർണയത്തിനെത്തുന്നത്. റെക്കോർഡ് സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെടും. മുൻപ് ഫേസ്ബുക്കിൽ 500 ദിവസങ്ങളിൽ 500 കഥകൾ എഴുതി 2018 URF ദേശീയ റെക്കോർഡ് സുരേഷ് തെക്കീട്ടിൽ നേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കഥ പ്രദർശനം വ്യത്യസ്ത പരിപാടികളിലൂടെ 18-ാം തീയതി 18/5/2025 ഞായർ രാവിലെ 9 മണി മുതൽ വൈകിട്ട് വരെയുള്ള ഒരു പ്രോഗ്രാമായി കഥാ പ്രദർശനമുണ്ട്. അതിൽ സാഹിത്യ സമ്മേളനമുണ്ട്, പുസ്തക പ്രകാശനം, കവിയരങ്ങ്, കഥയരങ്ങ്, സൗഹൃദ സദസ്സ്, സാംസ്കാരിക സമ്മേളനം, അതുപോലെ തന്നെ കലാപരിപാടികൾ, കാവ്യസന്ധ്യ, ഇങ്ങനെയുള്ള വിവിധ പരിപാടികളിലൂടെ ഇത് നടത്തപ്പെടുകയാണ്. പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് അതിഥികളായിട്ട് വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ, ശ്രീ ഗിന്നസ് സത്താർ, അതുപോലെ തന്നെ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൗമ്യ, ശ്രീ മണമ്പൂർ രാജൻ ബാബു, ശ്രീ രാമകൃഷ്ണൻ കുമരനല്ലൂർ, ശ്രീ KPS പയ്യനടം തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മികവുറ്റവർ ഈ പരിപാടികൾ പങ്കെടുക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ശശികുമാർ, വൈസ് ചെയർമാൻ K. മുഹമ്മദ് അലി, കൺവീനർ ശൈലജ എന്നിവർ പങ്കെടുത്തു. CCN ഒറ്റപ്പാലം. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ ശാസ്താവിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് സംഗീതോത്സവം നടന്നു. 30 കുട്ടികൾ സംഗീതോത്സവത്തിൽ പങ്കെടുത്തു. തുടക്കത്തിൽ നടന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ വെള്ളിനേഴി സുബ്രഹ്മണ്യം, ലതാ ബിജു, സാന്ദ്രായ സ്വാര്യർ, ഭരദ്വാജ് സുബ്രഹ്മണ്യം, ഭവപ്രിയ സുബ്രഹ്മണ്യം എന്നിവർ വായ്പാട്ടിലും, പ്രമോദ് മൂർത്തിയേടം, മുരളീധരൻ ഷൊർണൂർ, ആര്യ സന്ദീപ് എന്നിവർ വയലിനിലും, സതീഷ് വെള്ളിനേഴി, നിഖിലേഷ് പൂർത്തിയാടം, വിവേക് പരിയാനംപറ്റ എന്നിവർ മൃദംഗത്തിലും നേതൃത്വം നൽകി. CCN കടമ്പഴിപ്പുറം. ഓപ്പറേഷൻ സിന്ദൂർ വിജയിപ്പിച്ച സൈനികർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ച് മലപ്പുറത്ത് ത്രിവർണ സ്വാഭിമാൻ റാലി സംഘടിപ്പിച്ചു. പൂർവ്വ സൈനികരും യാത്രയിൽ പങ്കാളികളായി.
മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കുന്നുമ്മലിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ റിട്ടയർഡ് സുബേദർമാരായ ചന്ദ്രൻ കോലോത്തൊടി, കെ ജയകൃഷ്ണൻ, പൂർവ്വ സൈനികൻ ജയപ്രകാശ്, പൂർവ്വ സൈനികൻ സുരേന്ദ്രൻ ചെറാട്ടുകുഴി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ കെ രാമചന്ദ്രൻ പുളിക്കൽ അധ്യക്ഷനായി. രാജേഷ് കോഡൂർ സ്വാഗതവും പി ഗണേശൻ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. MSF മലപ്പുറം മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്ന് DTPC ഹാളിൽ ബാലകേരളം നിറക്കൂട്ട് കളറിംഗ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഇരു കാറ്റഗറികളിലായി 200ഓളം കുട്ടികൾ പങ്കെടുത്തു. ഇരു വിഭാഗങ്ങളിലും 1, 2, 3 സ്ഥാനങ്ങളിൽ തിരഞ്ഞെടുത്ത വിജയികൾക്ക് മെയ് 27 ചൊവ്വാഴ്ച മൊറയൂരിൽ നടക്കുന്ന മണ്ഡലം MSF പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് ഉപഹാരം കൈമാറും. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും ഉപഹാരം കൈമാറി. മണ്ഡലം MSF പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസീൽ പറമ്പൻ, ജനറൽ സെക്രട്ടറി ആഷിഖ് പൂക്കോട്ടൂർ, ട്രഷറർ ഇർഷാദ് പാട്ടുപാറ, കോർഡിനേറ്റർ PK അജ്മൽ, ഹർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ വിലക്കുറവിന്റെ മഹാമേളയും കൈനിറിയ സമ്മാനങ്ങളുമായി വീണ്ടും ഷോപ്പിംഗ് സുനാമി ഒരുക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഷോപ്പിംഗ് വിസ്മയമേള നെസ്റ്റോ ഒരുക്കിയിട്ടുള്ളത്. 2 ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 12 വരെ നെസ്റ്റോ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഷോപ്പിംഗ് സുനാമിക്കൊപ്പം മാംഗോ ഫെസ്റ്റ്, ബാക്ക് ടു സ്കൂൾ മേളകളും നെസ്റ്റോയിൽ ഒരുക്കിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഗൃഹോപകരണങ്ങൾ, ഫാൻസി, സ്റ്റേഷനറി, ഇലക്ട്രോണിക്സ്, ഫ്രഷ് ഫുഡ്, പഴം, പച്ചക്കറി, ഫുഡ്വെയർ, ഫാഷൻ സ്റ്റോർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഷോപ്പിംഗ് സുനാമിയുടെ വിലക്കുറവ് ലഭിക്കും. 3 മണിക്കൂർ കൂടുമ്പോഴുള്ള പ്രത്യേക സമ്മാന പദ്ധതിയും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കൈനിറയെ ഷോപ്പിംഗും സമ്മാനങ്ങളുമാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഓഫറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സെക്ഷനുകളിൽ ഗ്രോസറി ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് ഹോൾഡ്സ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ബേസ്, ഫ്രഷ് ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഒരുപാട് ഓഫേഴ്സുകളുണ്ട്. അതായത് നമ്മൾ ഓപ്പണിംഗ് ശേഷം, പെരിന്തൽമണ്ണ ഷോപ്പ് ഓപ്പണിംഗിന് ശേഷം ബിഗ് ഓഫേഴ്സ് എന്ന് തന്നെ പറയാം. ഒരുപാട് ഓഫേഴ്സുകൾ ഇതിനുള്ളിൽ ഒരുപാട് ഓഫേഴ്സുകൾ അവൈലബിൾ ആണ്. ഓരോ 3 hours കൂടുമ്പോഴും നമ്മൾ നറുക്കെടുപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാർക്കിംഗ് സൗകര്യവും ട്രോളി സൗകര്യവും പാക്കിംഗ് സൗകര്യവും എല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ശനി ഞായർ 17, 18 തീയതികളിൽ എല്ലാവരും, അതായത് പെരിന്തൽമണ്ണ ഓൾറെഡി ഏറ്റെടുത്തതാണ് നമ്മളെ നെസ്റ്റോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓഫറും നിങ്ങൾ തിരിച്ച് ഏറ്റെടുക്കണമെന്ന് ഒരു പ്രതീക്ഷയിലാണ് നമ്മളും ഉള്ളത്. അപ്പോൾ എല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മൾ ഈ ഓഫേഴ്സിന് വേണ്ടിയിട്ട്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടമ്പഴിപ്പുറം പുഞ്ചപ്പാടത്ത് വഴിമുടക്കി വീടിന്റെ ഗേറ്റിനു മുന്നിൽ ജല അതോറിറ്റി സ്ഥാപിച്ച കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തിയത്. കുടിവെള്ളം മുടങ്ങുമെന്നാണ് സമീപ കുടുംബങ്ങളുടെ പരാതി. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട അമ്മിനിക്കാട് പാറൽ, വട്ടപ്പറമ്പ്, പാറക്കണ്ണി റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. MLA നജീബ് കാന്തപുരം ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മണ്ണാർക്കാട് തിരുവിടാംകുന്ന് അമ്പലപ്പാറയിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തി. വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് നിലവിൽ കാട്ടാന കഴിയുന്നത്. നിലവിൽ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കാട്ടാനയെ കയറ്റിയിട്ടുണ്ട്. MDMA കച്ചവടക്കാരനും കൂട്ടാളിയും മണ്ണാർക്കാട് പോലീസ് പിടിയിൽ. കാറിൽ ഇരിക്കുകയായിരുന്ന യുവാക്കളെ പരിശോധന നടത്തിയതിൽ 4 ഗ്രാം MDMA പിടികൂടി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.